കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്. ഇപ്പോൾ വാർത്തകളിലൊന്നും ഈ ഒരു പേര് നമ്മൾ കേൾക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നു, കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി, അല്ലെങ്കിൽ നടപടികൾ ഉണ്ടായി എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ കരുവന്നൂർ സഹകരണ ബാങ്കിലെ വെട്ടിച്ചു കൊണ്ടുപോയ കോടികൾ എവിടെ? പാവപ്പെട്ട ജനങ്ങളുടെ പണമാണ്. മുണ്ടുമുറുക്കിയെടുത്ത് കൂലിവേല ചെയ്ത ആളുകളുടെ പണമാണ്. പാവപ്പെട്ട വീട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്തിയ സ്ത്രീകളുടെ പണമാണ്. മക്കളെ വിവാഹം കഴിച്ചയക്കാൻ ഒരു വീട് വെക്കാനൊക്കെ ആഗ്രഹിച്ച് പാർട്ടിയല്ലേ ഭരിക്കുന്നത്, സഹകരണ ബാങ്കിൽ തന്നെ ഉള്ള നിക്ഷേപം കൊണ്ടുചെന്ന് ഇട്ടേക്കാം എന്ന് ചിന്തിച്ച പാവപ്പെട്ട സഖാക്കളുടെ പണമാണ്. അതിൽ ഭൂരിഭാഗവും തിരിച്ചു കിട്ടിയിട്ടില്ല. നടപടിക്രമങ്ങൾ തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിലും എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി, കരുവന്നൂർ മാത്രമല്ല കേരളത്തിലെ ഏതാണ്ട് 27ഓളം സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട്, കണ്ടല സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട്, അതുപോലെ നിരവധി പത്തനംതിട്ട സീതത്തോട്, ചിറ്റാർ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് അഴിമതികളും ഒരുപാട് തട്ടിപ്പുകളും നടന്നതായുള്ള വാർത്തകൾ ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും തന്നെ കേൾക്കുന്നില്ല എന്നാണ്. എന്തായാലും കരുവന്നൂർ കേസ് CPM നേതാക്കൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. കോടതി ഈ വിഷയത്തിൽ വിചാരണ നടത്താം എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. CPM നേതാക്കൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് PMLA കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്നും കോടതി ഉത്തരവിട്ടു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രം പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത്. ഈ 28 പേരും, AC മൊയ്തീൻ അടക്കം ഈ 28 പേരും കേസിലെ പ്രതികൾ തന്നെയാണ്. BNS പുതിയ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇത്തരം കേസുകളിൽ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് നോട്ടീസ് നൽകി പ്രതികൾക്കെതിരെ കുറ്റം നിലനിൽക്കുമോ എന്ന വാദം നടത്തേണ്ടതുണ്ട്. അതിനുശേഷമാണ് പ്രതികളെ കേസിൽ ഉൾപ്പെടുത്തണോ എന്ന് തീരുമാനിക്കുന്നത്. ഇതനുസരിച്ചാണ് നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയായത്. BNSലെ 223 സെക്ഷൻ സബ് ക്ലോസ് 1 പ്രകാരം പ്രതികളുടെ ഭാഗം കോടതി വിശദമായി കേട്ടു. 28 പ്രതികൾക്കെതിരെയാണ് ED അനുബന്ധ കുറ്റപത്രം കൊച്ചിയിലെ PMLA കോടതിയിൽ സമർപ്പിച്ചത്. പുതുതായി പ്രതി ചേർക്കപ്പെട്ട എല്ലാവർക്കുമെതിരെ വിചാരണ തുടങ്ങാം. അതിന് തെളിവുണ്ടെന്നും കോടതി വിലയിരുത്തി. CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന AC മൊയ്തീൻ, MLA K രാധാകൃഷ്ണൻ MP, MM വർഗീസ് തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് 28 പ്രതികൾ. ഇവർക്കെതിരെയൊക്കെ തന്നെ അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും മൊഴിയെടുക്കലുകളുമൊക്കെ ED നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം മറ്റ് നടപടികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും നമ്മൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായില്ല എന്നതാണ്. 2012-13 കാലത്ത് CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ക്രമക്കേടുകൾക്ക് തുടക്കമിട്ടതെന്നാണ് ED വാദിക്കുന്നത്. ക്രമരഹിതമായി വായ്പ അനുവദിക്കുക, ഒരേ ഈടിന്മേൽ വായ്പ അനുവദിക്കുക എന്നിവയ്ക്കെല്ലാം പാർട്ടി പ്രവർത്തകർ തന്നെ നേതൃത്വം നൽകി എന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. പാർട്ടി ഓഫീസിന് സ്ഥലം വാങ്ങിയതും കെട്ടിടം നിർമ്മിച്ചതുമെല്ലാം ഈ ക്രമക്കേടിലൂടെ ഉണ്ടാക്കിയ പണം ഉപയോഗിച്ചാണ് എന്നും EDയുടെ കുറ്റപത്രത്തിൽ പറയുന്നു. നേരത്തെ ഭരണസമിതിയിലെ 53 പേർക്കെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതിൽ വിചാരണ തുടങ്ങിയിട്ടുമുണ്ട്. തുടർന്നാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കളെ AC മൊയ്തീൻ, MM വർഗീസ് തുടങ്ങിയ ആളുകളെ കൂടി പ്രതി ചേർത്ത് ഇപ്പോൾ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത്. അതിലും PMLA കോടതി EDക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള തുടർ നടപടികൾ ഈ നേതാക്കൾക്കെതിരെ, AC മൊയ്തീൻ, MM വർഗീസ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ ഉണ്ടാകും എന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇത്തരത്തിലുള്ള വലിയ ക്രമക്കേടുകൾ, അല്ലെങ്കിൽ ED അന്വേഷണങ്ങൾ, മറ്റ് എൻഫോഴ്സ്മെൻറ്റ് നടപടിക്രമങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായി ജനങ്ങളും മാധ്യമങ്ങളും ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ഇത് അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇത് കരുവന്നൂരിൻ്റെ വിഷയം മാത്രമല്ല, ഇതുപോലെ നിരവധി സഹകരണ ബാങ്കുകൾ, CPM ഭരിക്കുന്ന, CPI ഭരിച്ച നിരവധി ബാങ്കുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മറ്റ് ജനങ്ങളെ പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന തരത്തിലുള്ള നടപടികളെക്കുറിച്ചുള്ള വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ തന്നെ ഒരു കാലത്ത് വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല. എന്തായാലും നടപടികൾ തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രഥമദൃഷ്ട്യാ ഇവർക്കെതിരെയൊക്കെ, മുൻമന്ത്രി കൂടിയായ AC മൊയ്തീൻ അടക്കമുള്ള ആളുകൾക്കെതിരെയൊക്കെ ഇപ്പോൾ വിചാരണ നടത്താം എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ PMLA കോടതി എത്തിയിരിക്കുന്നത്.